ഗുഡ് മോർണിംഗ് ധന്യ. ഇന്ന് തിരുവോണമാണ്. നമ്മുടെ മീഡിയ മലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മീഡിയ മലയാളത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണമാണെങ്കിലും നമുക്ക് വാർത്ത നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ PV അൻവർ ഈ കുറച്ച് ദിവസങ്ങളായി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് തുടങ്ങിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹീറോ ആയിരുന്നു. എന്ന് വെച്ചാൽ PV അൻവറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിരവധി സഖാക്കന്മാർ ഉൾപ്പെടെ കീജെ വിളിയായിരുന്നു. സഖാവേ സഖാവേ ചങ്കാണ് എന്ന് പറഞ്ഞിട്ട് അത് വായിക്കാൻ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അഡ്വക്കേറ്റ് A. ജയശങ്കർ, അദ്ദേഹം വളരെ നിഷ്പക്ഷനായ ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. അദ്ദേഹം മോദിയെയും വിമർശിക്കും, പിണറായി വിജയനെയും വിമർശിക്കും, VD സതീശനെയും K. സുധാകരനെയും എല്ലാവരെയും ഒരേപോലെ വിമർശിക്കുന്ന ഒരാളാണ് അദ്ദേഹം. നിഷ്പക്ഷനായ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ തന്നെയാണ്. അദ്ദേഹത്തിനെതിരെ പറഞ്ഞ ഈ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ആ ഒരു വാക്കുകളിലൂടെ വീണ്ടും സോഷ്യൽ മീഡിയ PV അൻവറിനെ ചവിട്ടിത്താഴ്ത്തുകയാണ്. ധന്യ, അത് ശ്രദ്ധിച്ചിരുന്നോ? ശ്രദ്ധിച്ചായിരുന്നു. സത്യത്തിൽ ഈ ഓണ ദിവസം നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും തീട്ട കേസാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എനിക്ക് തോന്നുന്നു അൻവറിൻ്റെ ഓഫീസിൽ MLA ഓഫീസിൽ ഈ കക്കൂസ് മാലിന്യം സ്ഥിരം വച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരാണ് അൻവറിനെതിരെ സംസാരിക്കുന്നത് അവരുടെ തലയിലേക്ക് ഒഴിക്കാനായി ഒരു ബക്കറ്റ് നിറച്ച് എപ്പോഴും കക്കൂസ് മാലിന്യം ഉണ്ടാകും. ഈ ജയശങ്കറിനെ സംബന്ധിച്ചിടത്തോളം ജയശങ്കർ എല്ലാവരെയും വിമർശിക്കുന്ന ഒരാളാണ്. അത് പാർട്ടി ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ നേതാക്കളെ ആയാലും സാംസ്കാരിക സാമൂഹ്യ രംഗത്തുള്ള എല്ലാവരെയും ഒരുപോലെ വിമർശിക്കുന്ന ഒരാളാണ്. അൻവറിനെ സംബന്ധിച്ചുള്ള അൻവർ ഒരു സഖാവല്ല. അവിടെ നിലമ്പൂരിൽ പെയ്ഡ് സീറ്റാണ് CPM കൊടുത്ത് അൻവറിനെ ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തരത്തെ തന്നെ ചൂണ്ടുവിരലിൽ നിർത്തിക്കൊണ്ട് അൻവറിന് ഇത്തരത്തിൽ പെരുമാറാൻ സാധിച്ചത്. മറ്റൊരു MLAക്കും അൻവർ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ അതിനെ ഒരു പോസിറ്റീവായ രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരോപണങ്ങളിലെ സത്യം കണ്ടെത്തണമെന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതെ, അതിനുശേഷമാണ് വളരെ വൃത്തികെട്ട രീതിയിലാണ് ഉടുമുണ്ടിന്റെ അകത്തുള്ള കളസം വലിച്ചു കീറുമെന്നൊക്കെയാണ് അൻവർ അത്ര മോശമായി ഒരു MLA ഗുണ്ടയായി മാറുന്നതും ഒരു MLA അശ്ലീലപരമായ പദങ്ങൾ അൻവർ അത്തരത്തിൽ ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ സഖാവാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അൻവർ ഒരു സഖാവല്ല. അൻവർ അവിടെ നിലമ്പൂരിൽ പാർട്ടി പെയ്ഡ് സീറ്റ് വിലയ്ക്ക് വാങ്ങി അവിടെ നിന്ന് മത്സരിച്ച പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ട് അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച ഒരു MLA ആണ്. ആരെയും എന്തും പറയാം എന്നുള്ള ഒരു നിലപാട് എപ്പോഴും സ്വീകരിക്കുന്ന ആൾ കൂടിയാണ് PV അൻവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ഭരണപക്ഷത്തിരിക്കുന്ന ഏതെങ്കിലും MLA ഇത്തരത്തിൽ ഒരു ആരോപണവുമായി മുഖ്യമന്ത്രിക്ക് നേരെ അൻവർ വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് ഇവിടുത്തെ ഏത് സാധാരണക്കാരനും അറിയാം. MR അജിത് കുമാറിനെ അല്ല അൻവർ വിരൽ ചൂണ്ടുന്നത്. MR അജിത് കുമാറിന് RSSുമായുള്ള ബന്ധത്തെക്കുറിച്ചല്ല അൻവർ പറയുന്നത്. ഒക്കെ ഇപ്പം തീവ്രവാദ ബന്ധവും കുഴൽപ്പണക്കാരുമായൊക്കെ ബന്ധമുണ്ട് എന്ന് അൻവറിനുണ്ട് എന്ന് MR അജിത് കുമാർ DGPക്ക് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴും മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. കാരണം അൻവർ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഇതിപ്പോൾ ഈ RSS നേതാവിനെ MR അജിത് കുമാർ കണ്ടു എന്ന് പറയുന്നത് ഒരു വർഷം മുൻപാണ്. അതിൻ്റെ റിപ്പോർട്ടുകൾ ഒരു വർഷം മുൻപ് മുഖ്യമന്ത്രിക്ക് കിട്ടിയതാണ്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ് MR അജിത് കുമാർ. അപ്പോൾ MR അജിത് കുമാറുമായി ഏതെങ്കിലും തരത്തിലൊരു നടപടി മുഖ്യമന്ത്രിക്ക് സ്വീകരിക്കണമെങ്കിൽ മുഖ്യമന്ത്രി ഈ ഒരു വർഷം മുൻപേ ആ നടപടി സ്വീകരിച്ചനെ. ഇപ്പോഴും MR അജിത് കുമാറിനെ ആ പദവിയിൽ വച്ച് വാഴിക്കുന്നുവെങ്കിൽ, ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് MR അജിത് കുമാർ. അപ്പോൾ അതിൽ വച്ച് വാഴിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പിണറായിയുടെ വിശ്വസ്തന് പല കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെ ആ പദവിയിൽ നിന്ന് മാറ്റിയാൽ പിണറായിക്ക് അത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് പിണറായി MR അജിത് കുമാറിനെ ഇപ്പോഴും പിന്താങ്ങുന്നത്. അപ്പോൾ പാർട്ടി സമ്മേളനം നടന്നപ്പോഴും വിവിധ MLAമാർ ഭരണപക്ഷത്തിരിക്കുന്നവരൊക്കെ CPMലെ CPIയിലെയും പല MLAമാരും അല്ലെങ്കിൽ പല നേതാക്കളും MR അജിത് കുമാറിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയപ്പോഴും അല്ലെങ്കിൽ ശക്തമായി MR അജിത് കുമാറിനെ നിലനിർത്താൻ കഴിയില്ലെന്ന് വാദിച്ചപ്പോഴും പിണറായി സപ്പോർട്ട് ചെയ്തത് MR അജിത് കുമാറിനെ പുറത്താക്കിയാൽ അത് ശിവശങ്കരനെ പോലെയോ മറ്റാരെപ്പോലെയോ അല്ല MR അജിത് കുമാർ എന്ന് പറയുന്നത്. പിണറായിയുടെ എല്ലാ കള്ളത്തരങ്ങളും കൃത്യമായി അറിയാവുന്ന ഒരു വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ പല രീതിയിലും അത് പിണറായിയെ ബാധിക്കുമെന്നറിയാം. അത് അൻവറിനെ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് അൻവർ ഇപ്പോഴും ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായിക്ക് കള്ളത്തരങ്ങളില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ അൻവറിന്റെ ആരോപണങ്ങളെ ശക്തമായി എതിർക്കാൻ പിണറായിക്ക് കഴിയണമായിരുന്നു. അൻവറിന് ആരെയും എന്തും പറയാം എന്നുള്ളൊരു നിലപാടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ജയശങ്കറിന്റെ തലയിൽ കക്കൂസ് മാലിന്യം
ഒഴിക്കും, ഉടുമുണ്ടൂരും, കളസം കീറുമോ എന്നൊക്കെ ഏതെങ്കിലും MLA ഏത് പാർട്ടിയിലേ ആകട്ടെ കുറച്ച് വിദ്യാഭ്യാസവും വിവരവും സംസ്കാരവും ഉള്ള ഒരാളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ഇപ്പോൾ പോരാളി ഷാജി മാത്രമേ അൻവറിനെ ജയ് വിളിക്കൂ, പോരാളി ഷാജി മാത്രമേ അൻവറിനോടൊപ്പം നിൽക്കൂ. ബാക്കി യഥാർത്ഥ സഹാക്കന്മാരുണ്ട്. കമ്മ്യൂണിസത്തെ തൊഴിലാളി വർഗ പാർട്ടിയാണെന്ന് വിശ്വസിച്ച്, അത് സാധാരണക്കാർക്കിടയിലുള്ള പാർട്ടിയാണ് എന്ന് വിശ്വസിച്ച്, അവർക്ക് വേണ്ടി ഉണ്ടായ പാർട്ടിയാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന കുറെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. യഥാർത്ഥ കമ്മ്യൂണിസത്തെ നെഞ്ചിലേറ്റി നടക്കുന്നവർ. അവർക്ക് അൻവറിന്റെ ഈ വാക്കുകളൊന്നും അവർ ചെവിക്കൊള്ളില്ല എന്ന് ഉള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ രണ്ടുപേരും അൻവറും അജിത് കുമാർ, ഇവർ രണ്ടുപേരും PV അൻവർ അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഇവർ രണ്ടുപേരും പ്രിയപ്പെട്ടതായിരുന്നു. ഇപ്പം ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ മുഖ്യമന്ത്രിയും കൂടെ ഉന്നം വെച്ചാണ് ഈ ആരോപണങ്ങളെല്ലാം വരുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി അജിത് കുമാറിനെ ചേർത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ PV അൻവറിനെ ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ ഒരാളെ തള്ളുകയോ വേണം, ആരെങ്കിലും ഒരാളെ. ഇത് രണ്ടും ചെയ്യുന്നില്ല. മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല CPM പോലും ഇതിൽ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല. ഇപ്പം CPM-ൽ മുഖ്യമന്ത്രി ഒറ്റപ്പെട്ടു വരികയാണ് എന്ന് വിലയിരുത്തലുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയെ ഒതുക്കാൻ വേണ്ടി PV അൻവറാണ് മുന്നിട്ടിറങ്ങുന്നത് എങ്കിൽ അത് CPM-കാർ ആരുടെയെങ്കിലും ഒരാളുടെ ഭാഗം പിടിക്കണ്ടേ? ഒന്നുകിൽ PV അൻവറിന്റെ അല്ലെങ്കിൽ അജിത് കുമാറിന്റെ. അപ്പൊ ഈ മാഫിയ ആരാണ്? PV അൻവറാണോ അജിത് കുമാറാണ്? അല്ല, മാഫിയ എന്ന് പറയുന്നത് രണ്ടുപേർക്കിടയിലും മാഫിയുണ്ട്. PV അൻവറും ഒരു മാഫിയയാണ്, അജിത് കുമാറും ഒരു മാഫിയാണ്. രണ്ടുപേരെയും തള്ളിക്കളഞ്ഞാൽ അതിന്റെ നഷ്ടമുള്ളത്, ഇപ്പോൾ എല്ലാവരും ഇന്ന് ഒരുവിധം കുടുംബങ്ങളിലുള്ളവരെല്ലാം ഇന്ന് സമാധാനത്തിലിരുന്ന് ഓണമുണ്ടെന്ന ദിവസമാണ്. പക്ഷെ പിണറായിക്ക് സമാധാനത്തിലിരുന്ന് ഓണം ഉണ്ടാകാൻ കഴിയില്ല. കാരണം എപ്പോഴാണ് ആരൊക്കെയാണ് തെളിവുകൾ സഹിതം രംഗത്തെത്തുന്നതെന്നോ, ആരൊക്കെയാണ് തനിക്ക് പിന്നിലിട്ട് കുത്തുന്നതെന്നോ, ആരൊക്കെയാണ് തനിക്കെതിരെ രംഗത്ത് വരുന്നതെന്നോ അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ. കാരണം കൂടെ നിൽക്കുന്നവർ തന്നെ പണി കൊടുക്കുന്ന തരത്തിലേക്കാണ് പിണറായിയുടെ പോക്ക്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കുന്നത് ഉൾപ്പെടെ RSS-ഉമായുള്ള ബന്ധമാണ് കൂടുതലായി ആരോപിക്കുന്നത്. ഈ പിണറായി വിജയൻ അറിയാതെ പിണറായി വിജയന്റെ വിശ്വസ്തൻ ADGP അജിത് കുമാർ RSS നേതാവിനെ, അതായത് RSS-ന്റെ ഏറ്റവും വലിയ സംഘടനയായ ആ സംഘടനയുടെ രണ്ടാമത്തെ നേതാവാണ് ദത്തോത്ര ഉസബല എന്ന് പറയുന്നത്, അദ്ദേഹത്തെ കാണാനായി MR അജിത് കുമാർ പോയി, പിണറായി അറിയാതെ പോയി എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലുള്ള അത്യാവശ്യ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആരും വിശ്വസിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം പിണറായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് MR അജിത് കുമാർ RSS നേതാവിനെ കാണാൻ പോയത്. പക്ഷേ DGP മൊഴിയെടുക്കുമ്പോൾ എന്ത് കാര്യത്തിനാണ് പോയത്, സ്വകാര്യമായ കാര്യത്തിനാണ് പോയതെന്ന് പറഞ്ഞാലും അതെന്താണ് എന്ന് പറയാനുള്ള ബാധ്യത MR അജിത് കുമാർ ഉണ്ടാകണം. അവിടെയും DGP ആണ് അന്വേഷിക്കുന്നത്. DGP എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും വലിയ തലവനാണ്. അപ്പോൾ അതിൻ്റെ മന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനുമാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും അത് പിണറായി അറിയും, എന്ത് മൊഴി കൊടുത്താലും അത് പിണറായി അറിയും, പിണറായി വഴിയേ അത് കാര്യങ്ങൾ പോകുമെന്നറിയാം. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ തിരുത്താനോ നേർവഴിക്ക് നയിക്കാനോ ഒന്നും കേരളത്തിൽ ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. പറയട്ടെ, തിരുവോണനാളിൽ വന്ന ഒരു റിപ്പോർട്ടാണ്. മികച്ച നിയമസഭാ സാമാജികനുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ജനമിത്ര പുരസ്കാരം ആർക്കായിരിക്കും? അൻവറിനാണോ? അതെ, നിലമ്പൂർ MLA ശ്രീ PV അൻവറിന്. നമ്മുടെ നാട്ടിലെ APJ അബ്ദുൽ കലാം പുരസ്കാരം അദ്ദേഹത്തിന്റെ ആത്മാവ് പോലും പൊറുക്കില്ല. അതെ, തീർച്ചയായിട്ടും ഇത് ബാക്കിയുള്ള MLA-മാരെല്ലാം രാജിവെച്ച് പോകേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത്രയും വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞ് ഇടതുപക്ഷത്തെ തന്നെ പ്രതിസന്ധിയിലാക്കി, അല്ലെങ്കിൽ അൻവർ പറയുന്നതിൽ സത്യമുണ്ടാകാം, ചിലപ്പോൾ പിണറായിയെ കരുവാക്കാനായി അല്ലെങ്കിൽ പിണറായിയെ കൊടുക്കാനായുള്ള തെളിവുകളായിരിക്കും അൻവർ നിരത്തിയത്. എങ്കിൽ പോലും അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെ ഒരാളെ പൊതുസമൂഹത്തിൽ ഇത്രത്തോളം മോശമായി ചിത്രീകരിക്കാനും, ജയശങ്കറിനെ സംബന്ധിച്ചിടത്തോളം ജയശങ്കർ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും പറയുന്ന അതിലൊരു വ്യക്തതയുണ്ട്. അദ്ദേഹം വെറുതെ വന്നിരുന്ന ആരെയും വിമർശിക്കുന്ന ഒരാളല്ല അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്നത്. അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനാണെങ്കിൽ കൂടി ഒരു പരിഹാസ രൂപേണ ആളുകളെ വിമർശിക്കുമ്പോൾ അതിൽ വ്യക്തമായ കാര്യങ്ങൾ ഉണ്ടാകും. ആ കാരണങ്ങളോട് കൂടി മാത്രമേ അദ്ദേഹം ഒരാളെ വിമർശിക്കാറുള്ളൂ. PV അൻവർ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് കൃത്യമായി കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നും അതിൽ അന്വേഷണം വേണമെന്നും ജയശങ്കർ കൃത്യമായി പറഞ്ഞു. ആ പറഞ്ഞത് എവിടെയാണ് PV അൻവറിനെ കൊണ്ടത് എന്ന് നമുക്ക് അറിയില്ല. ജനിക്കുമ്പോഴേ കുറച്ച് മാന്യതയും സംസ്കാരവും വിവരവും ഒക്കെ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. അപ്പോ അത് കിട്ടിയില്ല എങ്കിൽ കുറിച്ച് ഒരു നല്ല അഭിപ്രായം നമ്മുടെ കോൺഗ്രസ്സുകാരായിരുന്നു. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ ഈ രീതിയിൽ പ്രതികരിച്ച അൻവറിന് ഒരു ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്ന ഒരു രീതിയല്ല. വാപ്പയും ഉമ്മയും കോൺഗ്രസ്സുകാരായിരുന്നു എന്ന് വെച്ച് അവരുടെ തഴമ്പ് അൻവറിന്റെ പുറകിൽ ഉണ്ടാവില്ല എന്ന്
കോൺഗ്രസിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം മ്ലേച്ഛമായ വാക്കുകൾ, ഇത്തരം അശ്ലീലകരമായ വാക്കുകളൊക്കെ പുറപ്പെടുവിക്കുന്നവരെ ഈ പ്രസ്ഥാനത്തിൽ വച്ചുകൊണ്ടിരിക്കുന്നതേ അപമാനകരമാണ്. പക്ഷെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത, ചെകുത്താനും കടലിനും നടുവിലാണ്. ഇതിൽ ആരാണ് ചെകുത്താൻ ആരാണ് കടൽ എന്നറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം രണ്ടുപേരെയും പിണക്കാൻ കഴിയില്ല. രണ്ടുപേരെ പിണക്കിയാലും രഹസ്യങ്ങളൊക്കെ പുറത്തു വരും. അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അൻവറിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ജയശങ്കറിന് ഒരു വിഭാഗം ആരാധകരുണ്ട്. അദ്ദേഹത്തിന്റെ വിഷയം കാര്യങ്ങൾ മനസ്സിലാക്കാൻ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ടോക്കുകൾ എടുത്ത് കേൾക്കാറുണ്ട്. ആധികാരികമായി വളരെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് കുറെ ആരാധകരുണ്ട്. അപ്പോൾ ആരാധകർക്കപ്പുറം അദ്ദേഹത്തിന്റെ വാർത്തകൾ വീക്ഷിക്കുന്ന, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വീക്ഷിക്കുന്ന കുറെ ജനങ്ങളുണ്ട്. അവരൊക്കെ ഒന്നടങ്കം ഇപ്പോൾ അൻവറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ അൻവർ പ്രതികരിക്കുന്നത്, അൻവർ മാപ്പ് പറയണം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അൻവർ പോരാളിയായി, ഹീറോയായി, അൻവറെ ഇനി വാഴ്ത്തപ്പെട്ടവനൊക്കെ ആക്കി ഒരു സമയത്ത് കമ്മികൾ തന്നെ കൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടു. എന്തായാലും അൻവറിന്റെ ഈ ഒരു പോക്ക് അത്ര നല്ല രീതിയിലല്ല എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കിയില്ലെങ്കിൽ തിരിച്ചടികളുടെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല അൻവറിനും തിരിച്ചടികൾ ഉണ്ടാകും.